ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് കുറച്ച് ക്ലീനിങ് റൂട്ടീൻസും കാര്യങ്ങളും എല്ലാം ചോദിക്കാറുണ്ട്. ആ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി അതിൻ്റെ ഒരു ലിസ്റ്റ് ഒന്ന് കാണിക്കാവോ, എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നതെന്ന് കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. എൻ്റെ വീട്ടിലുള്ള സ്ഥലങ്ങൾ വ്യത്യാസമുണ്ടല്ലോ, അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്ന ഓരോ ഏരിയകളും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതുകൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്, വീക്ക്ലി ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എത്ര ലെങ്ത് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്, ഇപ്പം മൺഡേ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡെയിലി പാത്രം കഴുകി വെക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. ഈ സ്റ്റാൻഡ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ഇത് നമുക്ക് എല്ലാ മൺഡേസും ക്ലീൻ ചെയ്യും. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റാൻഡ് വരുന്നത്. ഇതിനിങ്ങനെ നമുക്ക് പാട്ടാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. നമുക്കിത് കണ്ടോ, ഒരു അഴുക്കുണ്ടാവും ഇതിൻ്റെ അകത്ത് എങ്ങനെയായാലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ഇത് വീക്ക്ലി, ഇതിപ്പം കുറച്ച് വർഷമായ ഒരു ട്രേ ആട്ടോ. നമ്മളിത് വീക്കിലി കഴുകിയില്ലെങ്കിൽ എന്താണെന്നറിയാവോ, ഇങ്ങനെ വഴുവഴു എന്നുള്ളൊരു ഇതൊക്കെ വരും ഇതിൻ്റെ അകത്ത്. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മാറ്റ് ഇടാറുണ്ട്. ഇത് എല്ലാ ദിവസവും നമ്മൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് നീറ്റാക്കിയിട്ട് നമ്മളെടുത്ത് ഫോൾഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് രാവിലെ ആകുമ്പോൾ എഴുന്നേറ്റ്, അല്ലെങ്കിൽ രാത്രി നമ്മളത് വിരിച്ചിട്ടിട്ട് രാവിലെ നമ്മളിവിടെ എടുത്തിടുക. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മളുടെ ഇത്രയും ഭാഗവും നമുക്ക് വൃത്തികേടായിട്ട് പോകും, ഒരു അഴുക്ക് പിടിച്ച പോലെയൊക്കെയുള്ള ഒരു ഇത് വരും കേട്ടോ. ഇത് ഞാൻ വാഷ് ചെയ്തതാണ് ഓൾറെഡി. നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പം ഇതിലിങ്ങനെ വിമ്മിൻ്റെ ഇതിട്ടിട്ട് ഞാൻ പെട്ടെന്ന് തീരും. നമ്മൾ എല്ലാ വീക്കിലും ചെയ്യുന്നതാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തീർന്നു കിട്ടും കേട്ടോ, അധികം അഴുക്കൊന്നും ഉണ്ടാവില്ലേ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റ് ക്ലീൻ ചെയ്യലാണ് കേട്ടോ. മാറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ, എൻ്റെ അടുത്ത് ഈ ഡൈസൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച ആൾക്കാരുണ്ട് കേട്ടോ. ഇത് ഈ ഒരു ഇതാണ്, എനിക്ക് അറിഞ്ഞൂടെ ഇതിൻ്റെ ബ്രാൻഡ്, ഇത് ഏതാണ്, ഇതിൻ്റെ എന്താ പറയുക, ഏത് മോഡലാണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഡൈസൺ. ഇതിന് പക്ഷേ ഇതിപ്പോൾ ഞാൻ മാറ്റ് ക്ലീൻ ആക്കാനായിട്ടുള്ള ഇതായിട്ടേക്കുന്നത്. ഫ്ലോർ ക്ലീൻ ആക്കുന്നത് വേറെയുണ്ട്, മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ. ഇത് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നതൊക്കെ നമ്മൾ വീക്ക്ലി ക്ലീൻ ചെയ്ത് പോകേണ്ട ഒരു സാധനമാണ് മാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതെ, ചില ആൾക്കാർ എനിക്ക് എൻ്റെ അടുത്ത് വീഡിയോയിൽ കമൻറ്റിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്നുള്ളത്. ഇത് 2 ഫ്ലാറ്റാണ്, അത് ഒന്നാക്കിയതാണ്. അപ്പോൾ ഏകദേശം ഒരു
4000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ട്. അപ്പം മാറ്റ് ഒക്കെ വീക്ക്ലി വൺസ് ആണ് ക്ലീൻ ചെയ്യാറുള്ളത്. വീക്ക്ലി വൺസ് ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോൾ മാറ്റ് ഉണ്ടായിരിക്കും, പിന്നെ നമുക്ക് ഹോം തിയേറ്റർ ഉണ്ട്. ഹോം തിയേറ്ററും ക്ലീൻ ആക്കും. അപ്പം രണ്ടും അതിൻ്റെ ഒപ്പം അങ്ങ് കഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലീനിങ് മൺഡേ ഉണ്ടായിരുന്നത് നമ്മുടെ പാത്രമൊക്കെ കഴുകി വയ്ക്കുന്ന സ്റ്റാൻഡും ഈ മാറ്റ് ക്ലീനിങ്ങുമാണ്. പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, എല്ലാ മൺഡേയ്സും ആയിരിക്കും ബെഡ്ഷീറ്റ് എല്ലാം ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ ചില എനിക്ക് കമൻറ്റ് വന്നിട്ടുള്ളത്, ഇപ്പം മെയ്ഡ്സിന് ഏതൊക്കെയാണ് ജോലി കൊടുക്കാറുള്ളത്, ചേച്ചി ഏതൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നുള്ളതൊക്കെ ഉണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. മെയ്ഡ്സ് എന്ന് പറയുമ്പോൾ അവർ ബാക്കി ഫ്ലോറൊക്കെ അവർ ഡസ്റ്റ് ചെയ്യും, മറ്റേ മോപ്പ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തോളൂ കേട്ടോ. അതൊന്നും പിന്നെ എനിക്ക് നോക്കണ്ട. പിന്നെ അവർ വരാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്തിട്ട് മറ്റേ ഫ്ലോർ ക്ലീനിങ്ങിൻ്റെ ബ്രഷ് ഇട്ടിട്ട് ഞാൻ ഫുള്ള് വാക്യൂം ചെയ്തും എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി സ്ഥലങ്ങൾ ചെയ്യട്ടെ. ഇത് കണ്ടോ, നമ്മൾ മാറ്റ് ക്ലീൻ ചെയ്തിട്ട് മാത്രം കിട്ടിയതാണ് കേട്ടോ. ഇതൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറുന്നത്. ഇനിയുണ്ടല്ലോ നമുക്ക് ഈ ഒരു ഏരിയ കേട്ടോ ഇന്ന് ക്ലീൻ ചെയ്യാനുള്ളത്. ഇത് ഹോം തിയേറ്ററാണ്. ഇതിൻ്റെ താഴെ ഫുള്ള് നമ്മൾ മാറ്റാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളൊന്നൊന്ന് വാക്വം പിടിക്കണം. അത്ര പണിയേ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. ഇനി നാളെ ഡേ 2 ക്ലീനിങ് കേട്ടോ. ട്യൂസ്ഡേ ഞാൻ എൻ്റെ വർക്കിംഗ് സ്പേസാണ് ക്ലീൻ ആക്കുന്നത്. വർക്കിംഗ് സ്പേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ടേബിളും പിന്നെ എനിക്ക് ഇപ്പുറത്തൊരു ഭാഗവും കൂടിയുണ്ട്. ഇതുമാണ് എൻ്റെ ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ട് വരുന്നത്. അപ്പം ഈ 2 ഏരിയ ക്ലീൻ ആക്കുക എന്നുള്ളതാണ് പിന്നത്തെ പരിപാടി. നമ്മളുണ്ടല്ലോ ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ വർക്കിംഗ് സ്പേസ് ഉള്ള 2 ഭാഗങ്ങൾ ഞാൻ എന്നും ക്ലീനാക്കി എല്ലാ വീക്കിലും നന്നായിട്ട് ക്ലീനാക്കി വയ്ക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഭാഗം ക്ലീനാക്കി വയ്ക്കാം. ഇനി അങ്ങനെ വർക്കില്ലാതെ ഇപ്പോൾ നമ്മൾ ഹൗസ് വൈഫായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെയാണ്, കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുട്ടികളുടെ സ്റ്റഡി ഏരിയ, സ്റ്റഡി ടേബിള്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീനാക്കി വയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ വർക്കിംഗ് സ്പേസ് ക്ലീൻ ആക്കുമ്പോൾ കൂടുതൽ സാധനങ്ങൾ ഇവിടെയായിരിക്കും ഉണ്ടാവുക. അവിടെ നിന്ന് അതെല്ലാം എടുത്ത് കുറേ ടേബിളിൻ്റെ പുറത്തോട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഈ മാറ്റിൻ്റെ ഓർഡർ എടുത്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാട്ടോ ഇത് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞ കുറച്ച് പ്രൊജക്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. ഇനി വീഡിയോ ചെയ്യാനായിട്ട് ഇരിക്കുന്ന കുറച്ച് പ്രൊജക്റ്റുകളുണ്ട്, ഇതുപോലത്തെ കാർഡിഗനൊക്കെ. അപ്പം അതെല്ലാം ഞാൻ ഇങ്ങോട്ട് വെച്ചത്. ഇതൊക്കെ ഇനി വീഡിയോ വരാൻ വേണ്ടി ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്നുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ടേബിളിൻ്റെ പുറത്തേക്ക് വെക്കണം, എന്നാലേ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് അടുക്കി കയറ്റാം. എൻ്റെ കയ്യിൽ ഈ ക്രോഷിയുടെ മാത്രമൊന്നും ആയിരിക്കില്ല കേട്ടോ, അല്ലാതെയുള്ള ഒരുപാട് ഈ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ പല 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 ബോക്സുകളിലുള്ള കാരണം കൊണ്ട് ഇവിടെ ഒത്തിരി കബേർഡുകളിലുണ്ട്. അപ്പോൾ അത് മുഴുവനും നമ്മളിങ്ങനെ ഓർഗനൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്
കുറച്ച് മെനക്കേടുള്ള പണിയാണ്. അത് നമ്മൾ ക്ലീനാക്കി വെക്കണം. ഇവിടെ ഇപ്പം ഞാൻ ചെയ്ത പ്രൊജക്റ്റുകൾ മാത്രമല്ല കേട്ടോ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ മാത്രമല്ല, വാവച്ചി ചെയ്യുന്ന പ്രൊജക്റ്റുകളും ഉണ്ട്. ഇത് കണ്ടോ, ഇത് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഗ്രാനി സ്ക്വയേഴ്സ്, അവളുടെ റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്രൊജക്റ്റുകളുടെയും ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ പുതിയത് മേടിച്ച ഒരു ത്രെഡാണ് കേട്ടോ, ക്രോഷ്യോയ്ക്ക് വേണ്ടിയിട്ട്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പേജിൽ നിന്നാണ് ഇത് മേടിച്ചത്. ഇതിൻ്റെ അവരുടെ പേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നല്ല, എനിക്ക് തോന്നുന്നു കീ ചെയിൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയ ത്രെഡാണ്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ, ഫ്ലവർ, കീ ചെയിൻ അങ്ങനത്തെയൊക്കെ. അപ്പം കുറേ നമുക്ക് ഒരുപാട് ത്രെഡ് മേടിക്കുന്നതിന് പകരം ഇതുപോലത്തെ കുറച്ച് ത്രെഡായിട്ട് മേടിച്ചാൽ ട്രൈ ചെയ്ത് നോക്കാൻ എളുപ്പമാണ്. കനം കുറഞ്ഞ ത്രെഡാണിത്. ആദ്യം ചെയ്യുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. 1.5 mm ഒക്കെ നീഡിലിട്ടിട്ടേ ആ ത്രെഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ചെറുതാട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ മെഷീൻ ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ബാഗിന് ലൈനിങ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഈ മെഷീനെ പറ്റിയിട്ട് അധികം ഞാൻ അന്ന് പറയണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അന്ന് ഇതിനൊരു ചെറിയൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ആ ഒരു ടെൻഷനിലായിപ്പോയി. ഇത് ഉഷയുടെ ഡ്രീം മേക്കർ എന്ന് പറയുന്ന ഒരു മെഷീനാണ്, 120 സ്റ്റിച്ചസ് ഉള്ളത്. ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് ആണ് കേട്ടോ. ഇതിന് നമ്മൾ അങ്ങനെ ഓയിലൊന്നും ഡെയിലി എടുക്കുകയോ ഒന്നും ചെയ്യേണ്ടാത്ത ഒരു മെഷീനാണ്. ഇത് കണ്ട്, ഇതിലിങ്ങനെ സ്റ്റിച്ചുകളൊക്കെ വരുന്നത്. ഇതൊരു 7 to 8 years ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഈ മെഷീൻ ഉണ്ടായിട്ട്. എനിക്ക് തോന്നുന്നു ഉഷയുടെ തന്നെ ഇവിടെ ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പഠിക്കാനായിട്ട് പോയ സമയത്ത് ഞാൻ മേടിച്ചതാണ്. എനിക്ക് തോന്നുന്നു അതിന് ശേഷം ഞാൻ അന്നോട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഇതിനൊരു ചെറിയൊരു ഇത് വന്നത്. അത് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വന്നൊരു പ്രോബ്ലം, അത് അവർ പെട്ടെന്ന് റെഡിയാക്കിയേ. അങ്ങനെ ഇതാണ് എൻ്റെ മെഷീൻ. അപ്പം ഇതിങ്ങനെ പൊന്നുപോലെ ഞാൻ ക്ലീൻ ചെയ്ത് നോക്കിക്കൊണ്ട് പോകുന്ന ഒരു സാധനമാണ്. ഇതിനിങ്ങനെ ഒരു കവറും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് ഞാൻ കാണിച്ചു തരാവേ. ഒരു ഇങ്ങനെ ഇതിൻ്റെ തന്നെയാണ് ഈ ഒരു പാർട്ട് കണ്ടോ. ഇതും ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് തയ്ക്കുമ്പോൾ സുഖമാണ്. നമുക്കിങ്ങനെ വെച്ചിട്ട് തയ്ക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഇതിൽ ഞാൻ കിച്ചൺ ടവൽസും കുട്ടികൾക്ക് കൊണ്ടുപോകേണ്ട ടിഫിൻ ടവലുകൾ പിന്നെ കുറേ സാധനങ്ങൾ തയ്ച്ചെടുക്കാറുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതിൽ നമുക്ക് എംബ്രോയിഡറിയും ചെയ്യാനായിട്ട് പറ്റുമേ. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഭാഗം ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. ഇനി കുറേ ത്രെഡ്സൊക്കെ ഉണ്ട്, അതിനെയൊക്കെ ഇതിൻ്റെ അകത്തോട്ടൊന്ന് അടുക്കി എടുത്ത് വെക്കണം. പിന്നെ ഇതിൻ്റെ താഴെ ഇങ്ങനെ കുറച്ച് പാക്കിംഗ് സാധനങ്ങളുണ്ട്. ഇത് കണ്ടോ, ബോക്സുകൾ. ഇതുമെല്ലാം ഒന്ന്
നീറ്റാക്കിയിട്ട് എനിക്ക് വേറൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഞാനത് വെക്കാറുള്ളത്. അപ്പോൾ ഇതും ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ത്രെഡ്സ് എല്ലാം എടുക്കാം. അപ്പോൾ ദേ നമ്മൾ പുറത്തോട്ട് എടുത്ത് വെച്ച എല്ലാ സാധനങ്ങളും നമ്മൾ അടുക്കി കയറ്റി കേട്ടോ. ഇത് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മെസ്സാവും. അപ്പോൾ ഒരുപാട് ഇരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഒന്ന് അടിഞ്ഞ് വൃത്തിയായിട്ട് ഇരുന്നാൽ അത് നീറ്റായിട്ടിരിക്കും. ഇനി എൻ്റെ ചെയ്ത് കഴിഞ്ഞ പ്രൊജക്റ്റുകളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം അതിനുള്ള പാക്കിംഗ് ബോക്സുകളും ഞാനിവിടെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളെ വേറെ കുറച്ച് സാധനം കാണിക്കട്ടെ. ഇതിൻ്റെയൊക്കെ വീഡിയോസ് വേണമെങ്കിൽ ഇതിൽ പറയണം കേട്ടോ. ഇത് കണ്ടോ, കുഞ്ഞ് ബേബി ഷൂസാണ്. ഇത് ബൂട്ടീസാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ബട്ടൺ ഇടാൻ പറ്റുന്ന. ഓ എന്ത് രസമല്ലേ. ഇത് കണ്ടോ, ഇത് ഇതാ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാലിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇങ്ങനത്തേത്. എനിക്ക് ഇങ്ങനത്തെ ബേബീസിൻ്റെ ഇങ്ങനെ സോക്സ്, ഷൂസ് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പല ടൈപ്പിലുള്ളത് ഉണ്ടാക്കും. പക്ഷെ ഇതിൻ്റെ ട്യൂട്ടോറിയൽ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോകുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെയൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് കണ്ടോ, അതെ ഇത് എന്താണ് ബോ വെച്ചിട്ടുള്ളത്. നമുക്ക് ഇതും കൂടി അതിൻ്റെ അകത്തോട്ട് വയ്ക്കാം. പുറത്തിരുന്നാലേ ഇതൊക്കെ പൊടി പിടിക്കും. ഇനി ഞാനിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രൊജക്റ്റുകളുണ്ട്. അത് മാത്രമാണ് ഞാൻ ഈ ടേബിളിൻ്റെ പുറത്ത് വയ്ക്കുക. അതും കുറച്ച് ഞാൻ അപ്പുറത്താണ് വെച്ചത്. ഒരെണ്ണം മാത്രമൊക്കെ ഞാൻ വെക്കുകയുള്ളൂ. എൻ്റെ ത്രെഡ്, ഗമ്മ്, നീഡിൽ ഇതെല്ലാം കൂടി വരുന്നത്. പിന്നെ ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇപ്പോൾ ഒരു പുതിയ മാറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ സാധനം. പിന്നെ ഇത് ഞാൻ പാക്ക് ചെയ്ത് വെക്കുമല്ലോ. പിന്നെ ഹന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഹന്നയുടെ ഒരു പ്രൊജക്റ്റും ഉണ്ട്. അതും ഇതിൻ്റെ പുറത്തോട്ട് തന്നെയായിട്ടാട്ടോ വെക്കുന്നത്. ഓക്കെ, അപ്പം ഇത് യോഹൻ്റെ ബുക്കാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസുകളാണ് നമ്മളുടെ ഇന്നത്തെ ക്ലീനിങ് പരിപാടികൾ എല്ലാം തീർന്നു. ഇനി നമുക്ക് നാളെ കാണാം. തേർഡ് ഡേ ഇന്നത്തെ ക്ലീനിങ് നമ്മളുടെ ഫ്രിഡ്ജാണ് കേട്ടോ. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞാൻ വീക്ക്ലിയാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത്. ഭയങ്കര ഈസി ആയിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണത്. കാരണം
നമ്മൾ ഒരു മാസത്തിൽ ഒരു ദിവസം നമ്മൾ അതിൻ്റെ അകത്ത് ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളും എല്ലാം ഒന്ന് മാറ്റി അതിൻ്റെ അതൊന്ന് എണ്ണ ഒന്ന് കുറച്ചൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീക്കിലും ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് പോകാനായിട്ട് പറ്റുന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരുടെ ഫ്രിഡ്ജിലും ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കും. ഡോറിലും ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കും, അല്ലാതെയുള്ള ഇതുകളുണ്ടായിരിക്കും. ഞാൻ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുന്നത് നിങ്ങളിൽ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ ബോക്സിൽ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ബോക്സിലാക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ വേസ്റ്റ് ആവാണ്ട് നമുക്ക് കിട്ടും. അതാണ് ഒന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ താഴെയുള്ള ബാസ്ക്കറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ വെജിറ്റബിൾസൊക്കെ നേരിട്ട് വെക്കുമ്പം പെട്ടെന്ന് അത് അവിടെ ഇരുന്നിട്ട് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ ചീഞ്ഞു പോയി അതെല്ലാം ഭയങ്കരമായിട്ട് വൃത്തികേടാവും പെട്ടെന്ന്. അപ്പോൾ നമുക്ക് അതുകൊണ്ടൊക്കെയാണ് ഈ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നത്. നമ്മൾ ഓരോ സാധനങ്ങളും ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ബോക്സ് വാഷ് ചെയ്തെടുക്കാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രം മതിയാവും കേട്ടോ. ഫ്രിഡ്ജ് നിങ്ങളൊരു ഡീപ്പ് ക്ലീനിങ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക, അതായിരിക്കും നല്ലതുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്വിക്കായിട്ട് എല്ലാ വീക്കിലും ഞാൻ ക്ലീൻ ചെയ്യുന്നത് പോലെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തില്ലെങ്കിലും 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ക്ലീനിങ് കഴിയും. അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഫ്രിഡ്ജ് ഒന്ന് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. കാരണം ഞാൻ ഷൂട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് കുറച്ച് സമയം അധികം എടുക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്ന് ഓഫ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിൻ്റെ ഓരോ ബോക്സുകൾ ഇങ്ങനെ എടുത്ത് മാറ്റുക ചെയ്യുക. എൻ്റെ ഓരോ ബോക്സിലും ആവശ്യത്തിനുള്ള, അപ്പോൾ അത് അടങ്ങി ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വെക്കുന്നത് എന്നുള്ളതുണ്ടാവും. അപ്പോൾ ഓരോരോ ബോക്സുകളിൽ വെക്കേണ്ട സാധനങ്ങൾ മാത്രം ആ ഓരോരോ അത് ക്ലീനാക്കി അപ്പം തന്നെ അതിനകത്തോട്ട് കയറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫ്രിഡ്ജ് ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. നമ്മളുടെ ഈ ഭാഗവും ഫ്രീസറും ഫ്രിഡ്ജും രണ്ടും ക്ലീൻ ആക്കിയേ. വേണ്ടോ അതെ,
നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഒരു ഹാഫ് ആൻ അവർ പോലും എടുക്കില്ല കേട്ടോ നമ്മുടെ ക്ലീൻ ചെയ്യാനായിട്ട്. ജസ്റ്റ് എല്ലാ വീക്കും ഇങ്ങനെ തുടച്ച് വിട്ടാൽ ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അധികം അഴുക്കൊന്നും ഇല്ലാണ്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ വെട്ടി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ ക്ലീനിങ്. 4th ഡേ നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ ഇതെല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് പോവാം കേട്ടോ. കവറെല്ലാം നമ്മൾ ഇപ്പോൾ ഓൾറെഡി എൻ്റെ ബെഡെല്ലാം നല്ല നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. എൻ്റെ മെയ്ഡ് വന്നു കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ ജോലി ഇതാണ്. എല്ലാ ബെഡ്റൂമിലെയും ബെഡെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവർ വിരിച്ചിടും. അപ്പം ചേഞ്ച് ചെയ്യേണ്ട ദിവസം മാത്രമാണ് ഞാൻ അതിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പം ഇതിൻ്റെ എല്ലാം കവറൊക്കെ ഒന്ന് മാറ്റി നമുക്കിന്നത് വിരിച്ച് നീറ്റാക്കി ഇടാവേ. നമ്മളിതിൻ്റെ ബ്രഷ് മാറ്റിയിട്ടിട്ടാട്ടോ, ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് മാറ്റിയിട്ടിട്ടാട്ടോ ബെഡും ഈ സോഫാസും ഒക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ ഒരാഴ്ചയിലെ ക്ലീനിങ്, ഒരാഴ്ചയല്ല ഒരു 5 ഡേയ്സിൻ്റെയൊക്കെ ക്ലീനിങ് ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ഞാൻ പ്ലാൻ ചെയ്ത് വെച്ച പോലത്തെ ക്ലീനിങ് തീർന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇനിയും ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി അത് അടുത്ത വീഡിയോകളിലൊക്കെ കാണിക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അങ്ങനത്തെ ക്ലീനിങ് വീഡിയോസ് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം.